ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വളർച്ചയുടെ നാൾ വഴികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കുറേ കാലമായി നമ്മുടെ ക്ഷേത്രക്കുളം പലതരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുമൊക്കെ വൃത്തിഹീനമായിട്ടിരിക്കുകയായിരുന്നു. അതെങ്ങനെ ശുദ്ധജലമാക്കി മാറ്റിയെടുക്കാമെന്നുള്ളത് കുറേ കാലമായി ഞങ്ങളുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. ഇപ്പോഴാണ് ഈ രീതിയിലുള്ള നാനോ ബബിൾ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ വേർതിരിച്ചെടുത്ത് അതിനെ നാനോ ബബിൾസാക്കി വെള്ളത്തിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള എല്ലാ സെഡിമെൻസിനെയും അത് കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റി ആകാശത്തിലേക്ക് ഉയർത്തിവിടുന്ന ഒരു സംവിധാനം. ഇത് ഒരു 25-30 ദിവസം കഴിയുമ്പോൾ നിങ്ങളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെള്ളത്തിൻ്റെ അടിത്തട്ട് വരെ കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും ശുദ്ധജലമായിട്ട് മാറും എന്നുള്ളതാണ്. അതുതന്നെയാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പദ്ധതിയെ സ്വാഗതം ചെയ്യുവാനും അതിന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരുവാൻ ജ്യോതി ലബോറട്ടറീസ് തയ്യാറായി. അവരാണ് ഇതിവിടെ ഈ മെഷീനിവിടെ സ്ഥാപിക്കുവാനും ഇതിനൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വം തീർച്ചയായും ജ്യോതി ലബോറട്ടറീസിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അവരോടുള്ള ആ കടപ്പാട് ഞാനിവിടെ പ്രത്യേകം ഓർക്കുകയാണ്. ഇനി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നല്ല മിനറൽ വാട്ടർ പോലുള്ള ശുദ്ധജലത്തിൽ കുളിച്ച് തൊഴുത് പോകാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. അതിലുള്ള ഒരു ചാരിതാർത്ഥ്യവും ഗുരുവായൂർ ദേവസ്വത്തിന് ഉണ്ട്. ഇന്ന് യോഗമുണ്ട്. റിപ്പോർട്ട് ഇന്ന് ഭരണസമിതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിനനുസരിച്ച് വേണ്ട നടപടികൾ ഉണ്ടാവും. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഓഫീസ് സംവിധാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ എന്തെങ്കിലും ഒരു വീഴ്ച ഏതെങ്കിലും ഒരു ജീവനക്കാരൻ്റെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായി എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മാറ്റി നിർത്തുകയോ. പക്ഷേ ആനയുടെ കാര്യത്തിൽ അങ്ങനെ പറ്റില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ഒരു കാറാണെങ്കിൽ നമ്മളൊരു വഴിയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ കാർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാം, തൽക്കാലം എന്ത് ചെയ്യാം, പിന്നീട് ഒരാളെ വിട്ടിട്ടൊക്കെ എടുത്തുകൊണ്ടുവരാം. പക്ഷേ ആനയെ എഴുന്നള്ളിപ്പിന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയ സ്ഥലത്തുനിന്ന് ആ പാപ്പാനെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ നമുക്ക് കൊണ്ടുവരാമെന്ന് വെച്ചാൽ അതിനെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഇവിടെ കോട്ടയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിന് വേണ്ട നടപടികൾ ഉണ്ടാവും. കോടതിയിൽ പറയുന്നുണ്ട്. കോടതിയിൽ പറയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇന്നലെ ഞങ്ങളുടെ എക്സ്പേർട്ട് കമ്മിറ്റി കൂടിയിരുന്നു. ഇവിടെ ആനക്കോട്ടയുടെ ആനകളുടെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട്. എല്ലാ മാസവും ആ എക്സ്പേർട്ട് കമ്മിറ്റി കൂടാറുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശവും ഉപദേശവും അനുസരിച്ചാണ് ഈ ആനകളുടെ പരിപാലനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ട എല്ലാ നടപടികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയും കൂടി എന്ത് ചെയ്യും, നമ്മൾ കോടതിയിൽ ഇംപ്ലീഡ് ചെയ്ത് അവർക്ക് പറയാനുള്ളതും കൂടി എങ്ങനെയാണ് ആനകളെ സംരക്ഷിക്കേണ്ടത്, ആ ആനകളെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം, ഇതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ട നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അനുവദനീയമായിട്ടുള്ള ഉപകരണങ്ങൾ, അത് കോലായാലും കാരക്കോലായാലും വലിയ കോലായാലും ഇതൊക്കെ അനുവദനീയമായിട്ടുള്ള ഇത് മാത്രമേ ഇപ്പോഴിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വക്കേറ്റ്സ് കമ്മീഷനും ഇവരൊക്കെ വന്നിവിടെ പരിശോധിക്കുന്നതാണ്. അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശരീര പരിശോധന നടത്തിയതിൻ്റെയൊക്കെ കൃത്യമായ രജിസ്റ്ററുകൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം 9-ാം തീയതി രാവിലെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് കമ്മീഷൻ വന്നിരുന്നു. അവർ ആ രജിസ്റ്ററൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി വളരെ കൃത്യമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ ആനപരിപാലനം നടക്കുന്നത് എന്ന്. പിന്നെ മാധ്യമങ്ങളിലൂടെ ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, തെറ്റിദ്ധാരണ വരുത്താൻ സോഷ്യൽ മീഡിയ ഇപ്പോൾ അതിനുള്ളൊരു ഉപാധിയായിട്ട് കൂടി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിശേഷിച്ചും ഗുരുവായൂർ പോലുള്ള ഒരു ക്ഷേത്രത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പോസ്റ്റിങ്ങുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇതിനെ ഓരോന്നിനെയും പ്രതിരോധിക്കുന്ന രീതിയിൽ അവർ ചെയ്യുന്നത് പോലെ തന്നെ ദേവസ്വത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ദേവസ്വത്തിന് എപ്പോഴും ഗുരുവായൂരപ്പനോടും ഇവിടെ വരുന്ന ഭക്തജനങ്ങളോടുമാണ് ഞങ്ങളുടെ കടപ്പാട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് മര്യാദകൾ
ഒരുപാട് ലിമിറ്റേഷൻസ് ഞങ്ങൾക്കുണ്ട്. ആ ലിമിറ്റേഷൻസിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങൾ അനുവർത്തിച്ചു വരുന്ന നയം.